1100 മാക്സിമം ബഡ്ജറ്റിൽ നമ്മളൊരു ഇയർബഡ് ഫ്ലിപ്കാർട്ടിൽ തപ്പുവാണെങ്കിലേ നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് കാണാം. AirDrop 71 1049 രൂപയാണ് ഇപ്പോൾ ഞാൻ ഈ നോക്കുന്ന സമയത്ത് കണ്ടത്. എന്നാൽ 1099 പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ 899 രൂപ മാത്രമായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1100 ബഡ്ജറ്റിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ AirDrop 71 വാങ്ങിച്ചാൽ വദ്ബൈങ്ങാകോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന AirDrop 71 നിങ്ങൾക്ക് വേണോ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ എന്നാല് അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ട് ജസ്റ്റ് അൺബോക്സ്ഡ് പീസ്. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന മറ്റ് പ്രോഡക്റ്റുകളും കൂടാതെ വാഷ് കോപ്പീസ്, ഇയർബഡ്സ് കോപ്പീസ്, കൂടാതെ വാഷ് സ്ട്രാപ്സ്, ഇയർബഡ്സ് കേസസ് എന്നിങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ട്. എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും മാക്സിമം കാശ് കുറച്ച് തന്നെയാണ് ഞാൻ അവിടെ സെയിലും ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് AirDrop 71. എന്തായാലും ഫിസിക്കലി നോക്കുമ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇവരെന്നെ പറയുന്നുണ്ട് ഇതൊരു പോക്കറ്റബിൾ ഡിസൈൻ ആണെന്ന്. അതായത് നമ്മുടെ പോക്കറ്റിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് ഡിസൈൻ ആണ്. എൻ്റെ കയ്യിലാണ്ട ഈ ഒരു ഉള്ളം കയ്യിൽ നിൽക്കുന്ന അത്രേ ഉള്ളൂ ആക്ച്വലി ഒരു കേസ് എന്ന് പറയുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. ബോട്ടിൽ ലോഗോ മുകളിലുണ്ട്. ഫ്രണ്ടിൽ 4 LED ഇൻഡിക്കേറ്ററും പിറകിൽ Type C പോർട്ടും കാണാം. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ യൂസർ മാനുവലിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 160 mAh മാത്രമാണ്. എന്തായാലും കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം 40 മണിക്കൂറാണ്. അത് നമ്മളൊരു 60% പാട്ട് കേട്ടാൽ 1.5 hours 100% ഇത് ചാർജ് ആകാനായിട്ട് 5V2A അതായത് 10 wattsന്റെ ചാർജിംഗ് അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് 5V2A ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാം. കൂടാതെ Type C ആയതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസ് നിന്ന് കിട്ടുക. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. അവിടെ കുറ്റം കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണ് നമ്മൾ പെയർ എടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും. കാരണം എന്താ ഇതിനകത്ത് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ഇവിടെ എടുത്തു പറയേണ്ട ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം ഈ ലൈറ്റ് പച്ചയും ചുവപ്പും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് പെയറിംഗ് സമയത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഇയർബഡുകളിൽ കാണാൻ പറ്റുന്നത്. ബോട്ടിന്റെ ലോഗോ പിറകിലുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ടിപ്പും ബാക്കി നമ്മുടെ ഇയർബഡ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷും കൊടുത്തപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. എന്തായാലും ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനും കേട്ടോ. 6mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 40 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 7 to 8 hours ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സിംഗിൾ പ്ലേ ടൈം കിട്ടും. 30 മിനിറ്റ്സ് വേണം 100% ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. ഈ ഒരു ബോട്ടിന്റെ ലോഗോ ഉള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ആക്ച്വലി നമ്മുടെ ടച്ച് സെൻസേഴ്സ് കേട്ടോ. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. അതിന് വേറൊരു സംശയമില്ല. എന്തായാലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. അതിപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും. കൂടാതെ ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. എന്നാൽ വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ഇവിടെ ആക്ച്വലി പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാത്തതേ നമ്മുടെ സ്പോട്ടിഫൈ പ്രീമിയം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കൂടാതെ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ഇപ്പോൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 50 ms ബീസ് മോഡ് അങ്ങോട്ട് ഓൺ ആക്കും. വീണ്ടും നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് ഓഫ് ആവും. കൂടാതെ ഇടതിൽ നമ്മൾ അങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക് ആവും. ഇനി ഇതിന്റെ വേറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഇതിനകത്ത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കുറച്ചുകൂടി എന്തായാലും ആയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ചിലപ്പോൾ ഇയർ ടിപ്പുകൾ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഡിസ്കംഫർട്ടോ അങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഇനി ഓടുമ്പോൾ ചാടുമ്പോൾ ഇളവി പോകോ പേടി അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെവിയുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് AirDrop 71 ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിൽ ഫാൻ നല്ല സ്പീഡിന് ഇട്ടേക്കുമാണ്. ഇതിനകത്ത് ഡ്യുവൽ മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് ഒരൊറ്റ മൈക്ക് വിതേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് അതിലൂടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ടാൽ പോലും 99% പാട്ടുകളിലും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചില പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ബോട്ടിന്റെ ആണ് ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ബേസ് ഡോമിനേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ 100% ഇടുമ്പോഴാണ് എന്താ പറയുക നോർമൽ ഒരു പാട്ടിലുള്ളൊരു ബേസ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഡോമിനേറ്റഡ് ആവുന്നത്. എന്നാൽ നമ്മളൊരു 50% ഇടുമ്പോഴത്തേക്ക് ബേസ് ഉണ്ട്, പക്ഷേ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്. എന്നാൽ നിങ്ങളൊരു ബേസ്
ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ട് നോക്കൂ, അതിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിക്ക് ബേസ് കിട്ടും. അതായത് ഞാൻ പറയണത്, നിങ്ങളൊരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എന്നാൽ അത്യാവശ്യം ചെറിയൊരു ബേസും ഒക്കെ ഇഷ്ടപ്പെടും, അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. ഈ ഒരു എയർഡോപ്സ് 71 ഭയങ്കര എന്താ പറയുക, തലമണ്ട അടിച്ച് പൊളിക്കുന്ന പോലെ ഒരു ബേസ് എനിക്ക് ആക്ച്വലി ഇവിടെ കിട്ടിയില്ല. പിന്നെ വീണ്ടും പറയാനുള്ളത്, ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളിൽ അങ്ങനെ ഒരു ബേസ് കിട്ടും നമ്മൾ 100% ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ AAC കോഡൊക്കെ ഉള്ളത് തന്നെ ഡിസ്ട്രാക്ഷൻ വലിയ രീതിക്ക് വരാനും ചാൻസ് കുറവാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ഉണ്ട്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ വലിയ പാടാണ്. ഇനി 50 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നോക്കിയാൽ മതി. SBC കോഡൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു സ്ലീവ് കണ്ടോ, ഇത് നമ്മുടെ ദീപ് സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. സോ ഈ ഒരു PUBG സ്ലീവും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി എന്തായാലും ടെസ്റ്റ് ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ പൊട്ടിക്കൊരു ഡിലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. 50 ms ലോ ലേറ്റൻസി മോഡ് എന്തായാലും SBC കോഡൊക്കെ ഓൺ ആക്കിയിട്ട് കളിക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഇതൊക്കെ കളിച്ച് പോകാം. പക്ഷെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞത് വൈഡ് ഇയർഫോൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഡിലേ എവിടെയെങ്കിലുമൊക്കെ അനുഭവപ്പെടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോട്ട് എയർഡോപ്സ് 71 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങി 1049 ഇപ്പോൾ വന്ന് നിൽക്കുന്നു. എന്നാൽ 1099 രൂപയ്ക്ക് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്, അതായത് 1100 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം. അത്യാവശ്യം ഗെയിമുകൾ കളിയാം. നിങ്ങൾ ഓൾറെഡി ആ ഒരു മൈക്ക് ക്വാളിറ്റിയൊക്കെ കേട്ടു, അത് മതി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. പിന്നെ ബേസ് നല്ല രീതിക്ക് ഡോമിനേറ്റഡിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു ഭയങ്കര ഒരു ഹെവി ബേസ് ലെവർ അല്ല, എന്നാൽ ബേസ് ലെവറാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രം ഇത് 1049 അല്ലെങ്കിൽ 1099 രൂപ കൊടുത്ത് വാങ്ങിക്കുക. ഇനി അതല്ല 1000 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയാം. പ്രത്യേകിച്ച് 899 രൂപ കിട്ടുന്നെങ്കിൽ കണ്ടും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്നൊരു എന്താ പറയുക പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു എയർഡോപ്സ് 71 കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ എയർഡോപ്സ് 71 കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കണേ. കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് അതും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.